നമസ്കാരം. 2024 ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ടേം ഫണ്ടിങ് എന്നുള്ളൊരു ടേം ആയിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ നമുക്കിന്ന് ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കൂടെ ശ്രീ മനു ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടെർമിനോളജി കൂടിയായിരിക്കും ഈ ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ക്വറീസ് എല്ലാം വെച്ചുകൊണ്ട് ഒന്ന് കാഷ്വലായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. റൈറ്റ്. നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്നൊരു വ്യക്തി ഡെഫിനറ്റ്ലി ഫണ്ട് വേണം. അപ്പോൾ ചിലവർ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് പറയുന്നൊരു കാര്യമാണ്, അവർക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് അവരുടെ കയ്യിൽ. പക്ഷേ ഒരു 20 കോടിയോ 30 കോടിയൊക്കെ ആയിരിക്കും ഇനീഷ്യലി ആവശ്യമായിട്ട് വരുന്നത്. പക്ഷേ സ്വന്തമായിട്ട് കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. ബിസിനസ് ആശയം മാത്രമേ ഉള്ളൂ, ടീമില്ല, ഒന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു കേസിൽ ശരിക്കും ഇവർക്ക് ഫണ്ടിങ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇത് ഒറ്റ വാക്കിൽ ആൻസർ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അതായത് ഒരു $1 മില്യൺ ഐഡിയ ആണ്, വളരെ യൂണീക്ക് ആയിട്ടുള്ള പെക്യുലർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഗ്ലോബൽ കണക്ട്, നമുക്ക് നല്ലൊരു കണക്റ്റും നല്ലൊരു പ്രൊഡക്റ്റും ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി. ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായി ചേർന്ന് പറയുകയാണെങ്കിൽ ഈ യൂണിക്കോൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഐഡിയയുടെ പുറത്താണ് പല ഫണ്ടിങ്ങും പോസിബിൾ ആയിരിക്കുന്നത്. ഈ നോർമൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കേരള പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റം മെച്യൂറായി വരുന്നേ ഉള്ളൂ ഈ സ്റ്റാർട്ടപ്പുമായിട്ടും ഫണ്ടിങ്ങുമായിട്ടും. പല ന്യൂസുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ലക്ഷത്തിൽ ഒരാളുടെ കേസാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ ഇമ്പോസിബിൾ അല്ല, പക്ഷേ പോസിബിൾ ആണ്, സബ്ജക്റ്റ് ടു മെനി ഫാക്ടേഴ്സ്. ഇനീഷ്യലി നമ്മൾ എപ്പോഴും പറയാം, ഇഫ് യു ഹാവ് എൻ ഐഡിയ ദാറ്റ് ഷുഡ് ബി വാലിഡേറ്റഡ് പ്രോപ്പർലി. ആ വാലിഡേഷൻ എപ്പോഴും സാധ്യമാകുന്നത് പ്രോപ്പർ ടീമായിട്ടും പ്രോപ്പർ മാർക്കറ്റ് റിസർച്ചായിട്ടും നമ്മൾ അതുപോലെ ഫണ്ടിങ്ങുമായിട്ടുമാണ്. ഈ ഫണ്ടിങ്ങിൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ ഫണ്ടാണ്. നമ്മളെപ്പോഴും പറയും F&F ഫണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു മിനിമം വയബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രൊഡക്റ്റാക്കി ഒരു മാർക്കറ്റ് ഫിറ്റ് ആണോ എന്ന് നോക്കിയാൽ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് ആണ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദർ ആർ ഗ്രാൻഡ്സ്, നമുക്ക് മൾട്ടിപ്പിൾ ഗ്രാൻഡ്സും സീഡ് ഫണ്ട്സും അവൈലബിൾ ആണ്, സബ്ജക്റ്റ് ടു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ യൂണിക്നെസ്സും സ്കെയിലബിലിറ്റിയും നോക്കിയിട്ട്. പക്ഷേ ഈ പറയുന്ന വലിയ എമൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സബ്ജക്റ്റ് ടു നമ്മളൊരു ബ്രാൻഡ് ആക്കുകയും ഒരു മിനിമം സിസ്റ്റം ഉണ്ടാക്കുകയും ഏർലി ട്രാക്ഷൻ കാണിക്കാൻ പറ്റിയാൽ, ഏർലി സ്റ്റേജിലല്ല പറയുന്നത്, ഒരു പ്രീ സീഡ് സ്റ്റേജിലോ സീഡ് സ്റ്റേജിലോ പോസിബിൾ ആണ്, സബ്ജക്റ്റ് ടു മെനി ഫാക്ടേഴ്സ്. ഇവിടെയാണ് നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയുടെ ഒരു അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ടേമും പലരും കൺഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെർമിനോളജി ആയിരിക്കും. ശരിക്കും ഒരു സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയസ് പറയുന്നുണ്ടല്ലേ. അപ്പം സ്കെയിലബിൾ ആയിരിക്കണം, ഒപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് പോസിബിലിറ്റി ഉള്ള ഒരു ഐഡിയ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം, അത് യുണീക്ക് ആയിരിക്കണം. അപ്പം ഈ ക്രൈറ്റീരിയാസിൽ വരുന്ന ബിസിനസ്സുകളെയാണ് നമുക്ക് പൊതുവേ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിന്ന് പലപ്പോഴും കാണുന്നത് ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിന് സ്റ്റാർട്ടപ്പ് റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ശരിക്കും കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനീഷ്യലി നമുക്ക് ബ്രാൻഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റാർട്ടപ്പിൻ്റെ റിയൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റിയൽ സ്റ്റാർട്ടപ്പായിട്ട് മാറണമെങ്കിൽ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്നോവേഷനോ ഇൻവെൻഷനോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസോ ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ബാക്ക്ഡ് ബൈ ടെക്നോളജി ആർ എ സ്കെയിലബിൾ സൊല്യൂഷൻ. ഇതാണ് ശരിക്കും സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രിവിലേജ് ആയിട്ടുള്ള ഗ്രാൻഡുകൾ, സീഡ് ഫണ്ടുകൾ, ഇൻവെസ്റ്റർ ഫണ്ടുമായി ബന്ധപ്പെട്ട ടാക്സ് എക്സംഷൻസ്, ടാക്സ് ഹോളിഡേ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയയ്ക്ക് മാത്രമേ ഇത് അവൈലബിൾ ആയിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാം. ഈ ന്യൂലി ഫോം ചെയ്യുന്ന ബിസിനസ് എല്ലാം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു മിത്ത് ഉണ്ട്. അതായത് വി ആർ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടപ്പ്, പക്ഷേ പലപ്പോഴും ഇംഗ്ലീഷ് മീനിങ് എടുത്ത് നോക്കുകയാണ് സ്റ്റാർട്ടിങ് അപ്പ്. അതാണ് ശരിക്കും ഒരു മിസ്കൺസെപ്ഷൻ. പക്ഷേ ഇന്ത്യൻ എക്കോസിസ്റ്റം മനസ്സിലാക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പിനേക്കാളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന SMEസും MSMEസും ഉണ്ട്. എക്സാക്ട്ലി അല്ലേ? ശരിക്കും അൾട്ടിമേറ്റ്ലി ഏത് ബിസിനസ് ആണെങ്കിലും ദാറ്റ് ഷുഡ് ബി ഗോ ഫോർ എ പ്രോഫിറ്റബിലിറ്റി, സിസ്റ്റം ആൻഡ് ബ്രാൻഡ്. അത് സ്റ്റാർട്ടപ്പ് ആയാലും കുഴപ്പമില്ല, MSMEs ആയാലും കുഴപ്പമില്ല. ഇതൊരു വലിയൊരു ട്രെൻഡായിട്ട് വരുന്നില്ല. കാരണം ഇപ്പം പഠിച്ചിറങ്ങുന്ന ഒരു വ്യക്തി നേരെ എന്താണ് പ്ലാനിങ് ചോദിച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് അങ്ങ് തുടങ്ങണം എന്നുള്ളൊരു പ്ലാൻ വെച്ച് പോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ 20-22 വയസ്സിൽ ഒന്നില്ലെങ്കിൽ പഠനം പൂർത്തിയാക്കാതെ, അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ജോലിയൊന്നും നോക്കാതെ ഇമീഡിയറ്റ്ലി ഒരു ബിസിനസ്സിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നു. മിക്കവാറും ബിസിനസ്സുകൾ വിജയിക്കാറുണ്ട്, പക്ഷേ ചില ബിസിനസ്സുകളെങ്കിലും അത് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇവർക്ക് ബിസിനസ് ആശയം തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം ശരിക്കും ബിസിനസ്സിൻ്റെ ഏത് സ്റ്റേജിലാണ് ഈ ഫണ്ടിങ് കിട്ടാൻ കൂടുതൽ സാധ്യത ഉണ്ടാവുന്നത്? നോർമലി ഒരു ഐഡിയ വാലിഡേറ്റ് ചെയ്ത് ഏർലി ട്രാക്ഷൻ കാണിച്ച ലെവലിലാണ് കോമൺ ബിസിനസ്സിലെല്ലാം ഫണ്ട് പോസിബിൾ ആവുന്നത്. ഈ സ്റ്റാർട്ടപ്പിൽ തന്നെ വളരെ യൂണിക് മോഡലിന് ഈ R&D റിസർച്ച് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപാട് പൈസ വേണം.
അതെ. അങ്ങനത്തെ ഒരു യൂണിക് ഐഡിയ ആണ് നമ്മുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് അത്രയും സ്ട്രോങ് ആണ്. അതായത് മുമ്പത്തെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്, ഒരുപാട് ഗ്രേറ്റ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി. ശരിക്കും നമ്മുടെ കേരള പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ മിനിമം നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചതിന് ശേഷം മാത്രമേ ഫണ്ടിങ് പോസിബിൾ ആവുള്ളൂ. അവിടെ നമ്മൾ ഇൻവെസ്റ്റർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാതെ ഇൻവെസ്റ്റർ എങ്ങനെ നമ്മളിലേക്ക് വരുന്നു, അതിൽ തന്നെ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്ററും ഉണ്ട്, സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് കൃത്യമായിട്ട് വേണം, ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്ററെ നമുക്ക് വേണമെന്ന ക്ലാരിറ്റിയാണ് ഈ ഫണ്ടിങ്ങിൻ്റെ ബേസിക്സ്. അതല്ലെങ്കിൽ ഒരിക്കലും ഫണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യരുത് ഈ ക്ലാരിറ്റി ഇല്ലാതെ. നമുക്കിപ്പം ഗവൺമെൻറ്റിൻ്റെ കുറേ ഗ്രാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫണ്ടിങ്ങും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പം ഏതൊക്കെ തരം ബിസിനസ്സുകൾക്കാണ് സർക്കാരിൻ്റെ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നബാർഡ് പോലെയുള്ള ഏജൻസീസ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഫണ്ട് ഏത് കൈൻഡ് ഓഫ് ബിസിനസ്സുകൾക്കാണ് സാധാരണഗതിയിൽ കിട്ടുന്നത്? SMEസിനും MSMEസിനും സ്റ്റാർട്ടപ്സിനും പല ഫണ്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് SME എന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് ലോൺ ഫണ്ട് അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുദ്ര ലോൺസ് ആണ്. അത് ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ CGTMSE സ്കീം എന്ന് പറയും. അതായത് കൊളാറ്ററൽ ഫ്രീ ആയിട്ട് 10 lakhs വരെ നമുക്ക് ലോൺ കിട്ടാവുന്ന ഒരു പോസിബിലിറ്റിയാണ്, സബ്ജക്റ്റ് ടു മെനി ഫാക്ടേഴ്സ്. നമ്മൾ പറയുമ്പോൾ എളുപ്പമല്ല, പക്ഷേ നമുക്ക് IT വേണം, ഒരു മിനിമം ഒരു കോൺഫിഡൻസ് മാനേജർക്ക് കിട്ടണം, നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം, നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ കേരളത്തിൽ ഓൺടർപ്രണർ സപ്പോർട്ട് സ്കീം ESS എന്ന് പറയുന്ന സ്കീമുണ്ട്, PMEGPയുടെ അവൈലബിലിറ്റീസ് ഉണ്ട്. ഒരു മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ സബ്സിഡി ഉണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു പ്രീമിയം ക്ലയൻറ്റ് ആഫ്റ്റർ ഇൻവെസ്റ്റിംഗ് 2 crore rupees ഫോർ ദെയർ പ്ലാന്റ് ആൻഡ് മിഷനറി ദേ ഗോട്ട് റിബേറ്റ് ഓഫ് 60% ആഫ്റ്റർ 1 year. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ്. പക്ഷേ ഞാൻ കണ്ടത് ഈ പറയുന്ന സ്റ്റാർട്ടപ്പിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സുകളെല്ലാം സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ് കൂടുതലും. അപ്പോൾ ഈ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആവുന്ന സമയത്ത് അവിടെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന PMEGP ആണെങ്കിലും മുദ്രയാണെന്നുണ്ടെങ്കിലും ഇത്തരം ലോണുകൾക്കുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പം ഇത്തരം ബിസിനസ്സുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ? സ്റ്റാർട്ടപ്പിലേക്ക് വരാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് ഗ്രാൻസ് ആണ്, അത് നോൺ റീപേയബിൾ ആയിട്ടുള്ള ഗ്രാൻസ് ആണ്. അതാണ് ആൾക്കാർക്ക് അറിയേണ്ടത്, കാരണം തിരിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഇത് ശരിക്കും നല്ല നമ്മൾ നേരത്തെ പറയുന്ന ഡെഫിനിഷനിൽ വരുന്ന സ്റ്റാർട്ടപ്പാണ്. അത് ആ ഒരു സെക്ടറിൽ വളരെയധികം പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയും നമ്മുടെ എക്കോസിസ്റ്റം റൺ ചെയ്യുന്ന 3 പില്ലറിലാണ്. നമുക്ക് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെയിൻ ബോഡി ഉണ്ട്, അതിൻ്റെ അണ്ടർലി ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻക്യുബേറ്ററാണ്, IIM കാലിക്കറ്റ് ഇൻക്യുബേറ്ററാണ്, അതുപോലെ ആക്സിലറേറ്റർ എന്ന് പറയുന്ന പ്രൈവറ്റ് ഏജൻസീസും ഇതിൽ അവൈലബിൾ ആണ്. ഇവരാണ് ഈ പറയുന്ന ഗ്രാൻസും സ്കീംസും കൊടുക്കുന്നത്. ഇനി കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എൻ ഐഡിയ, നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗ്രാൻഡ് ഓഫ് 3 lakhs. ആ ഗ്രാൻഡ് ഇനി ആ കമ്പനി പോലും വേണ്ട, നമ്മൾ ആദ്യം ഐഡിയനെ വാലിഡേറ്റ് ചെയ്തിട്ട് വേണം ഒരു കമ്പനിയിലേക്ക് നമ്മൾ പോകാനായിട്ട്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വി ഹാവ് എ ഗ്രാൻഡ് അപ് ടു 5 to 7 lakhs. ഇത് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർ പലപ്പോഴും എനിക്ക് പ്രതീക്ഷിക്കാം ഒരു കമൻറ്റ് എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ നടക്കുന്ന കേസാണോ? റിയാലിറ്റിയാണ്. റിയാലിറ്റി ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം പറയുന്ന ഡെഫിനിഷനിൽ മീറ്റ് ചെയ്യുകയും ഒരു 5 out of 100 ആണ് ഇതിൻ്റെ വിന്നിങ് റേറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇപ്പം നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത്, ഇതുപോലത്തെ 240ഓളം ഇൻക്യുബേറ്റേഴ്സ് ഓൾ ഇന്ത്യയിലുണ്ട്. ഓരോ ഇൻക്യുബേറ്ററും ഓരോ സെക്ടറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ഇൻക്യുബേറ്ററും എല്ലാ പ്രൊഡക്റ്റിനെയോ എല്ലാ സർവീസിനെയോ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ഒരു എൻ്റെ അടുത്ത് ആദ്യം ഒരു ക്ലയൻറ്റ് ഒരു ഹൈഡ്രജൻ ഇൻഹേലിംഗ് മെഷീൻ ആയിരുന്നു, അവർക്ക് ഗ്രാൻഡ് കേരളത്തിൽ കിട്ടിയില്ല, ദേ ഗോട്ട് ഫ്രം ആന്ധ്ര. ഈ IIM കാലിക്കറ്റ് ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കൂടുതലും സർവീസാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സർവീസും പ്രൊഡക്റ്റും വരുന്നുണ്ട്, ഫാബ് ലാബും വരുന്നുണ്ട്, നോർമൽ ഇതും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ പല ഗ്രാൻഡ്സും എക്സിക്യൂട്ട് ചെയ്യുന്നത് IIMK ആണ്. ഇപ്പോൾ ഷിപ്പിംഗ് അല്ലെങ്കിൽ മറൈനായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്സിനെ IIMK സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർമലി സാസ് ഡീപ് ടെക് പ്രൊഡക്റ്റ് ആണെങ്കിലും ഗ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇനി സ്പെസിഫിക് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, അവർ ഹെൽത്ത് ടെക്കിന് മാത്രം, അഗ്രി ടെക്കിന് മാത്രം, അങ്ങനെ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഇൻക്യുബേറ്റർ പോയി കാണണം, 1-to-1 പിച്ച് ചെയ്യണം. അല്ലാതെ ഓൺലൈനിൽ കയറി അപ്ലൈ ചെയ്യുകയോ പല ഏജൻസീസും നിങ്ങളെ വിളിച്ച് അഡ്വാൻസ് കൊടുക്കുകയോ ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഇതിലുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കൺസൾട്ടൻ്റ് അല്ല നിങ്ങളുടെ ഐഡിയനെ പറ്റി എഴുതേണ്ടത്, നിങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് ഫൈനാൻഷ്യൽ പാർട്ടിലോ ഒരു മാർക്കറ്റിംഗ് പാർട്ടിലോ ഒരു ഫണ്ട് ഡിപ്ലോയ്മെൻറ്റ് പാർട്ടിലോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് അഡ്വൈസ് ഫ്രം എക്സ്പേർട്സ്. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് പിച്ചിങ്ങിലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് ഇപ്പം ഈ ഗ്രാൻഡുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പം അടുത്തതാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഫണ്ടിങ് എന്ന് പറയുന്നത്, പുറമേ നിന്നുള്ള സോഴ്സിൽ നിന്നുള്ള ഫണ്ടിങ് ആൾക്കാർ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ശരിക്കും ഈ ഫണ്ടേഴ്സിനെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെ, അത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നൊരു ഏരിയ ആണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ട്രഡീഷണൽ ഫണ്ടിങ്, ഇപ്പോൾ നമ്മളൊരു മലബാർ റീജിയൻ, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം വരെ നിൽക്കുന്ന ഒരു മോഡലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, NRIs, ഈ പറയുന്ന HNIs ആണ് പലപ്പോഴും
നമ്മൾക്ക് ഫണ്ടിങ് തരുന്നത്. അപ്പോൾ അവരിലേക്ക് നമ്മൾ എങ്ങനെ എത്താമെന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ട്രസ്റ്റിൻ്റെ പുറത്ത് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ആരും ഫണ്ട് അറേഞ്ച് ചെയ്ത് തരില്ല. അത് തരുന്ന പല ഏജൻസീസും ഉണ്ട്, പക്ഷേ അതിന് നമ്മൾ നോക്കിയിട്ട് വേണം അവരിലേക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. അതല്ലാതെ പ്രൊഫഷണലി ഏഞ്ചൽ നെറ്റ്വർക്ക്സ്, വെഞ്ചർ ക്യാപിറ്റൽ നെറ്റ്വർക്ക്, അതോടെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ്, ഇവരെല്ലാമാണ് സ്റ്റാർട്ടപ്പുകളിൽ നമുക്ക് ഫണ്ട് വരുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ 2 മനോഹരമായ ഫണ്ടിങ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, കോഴിക്കോടത്ത് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫേമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അതൊരു സ്റ്റാർട്ടപ്പ് അല്ല. ദേ ഗോട്ട് എ ഫണ്ടിങ് ഫ്രം KKR എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അതേപോലെ പെരുമ്പാവൂരുള്ള സബൈൽ ഹോസ്പിറ്റലും ആ ഒരു ഫണ്ടിങ് പോസിബിളാണ്. അതെല്ലാം ഇങ്ങോട്ട് വന്ന ഫണ്ട്സാണ്. സോ നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയും സിസ്റ്റം ചെയ്താൽ എവിടേക്കും നമുക്ക് ഫണ്ട് കൊണ്ടുവരാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ എൻ്റെ പൈസ ഒരു SIPയിൽ പകരം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഹാവ് എ ക്ലാരിറ്റി ഓഫ് എക്സിറ്റ്. കൃത്യമായ റിട്ടേണിനെ പറ്റിയും എക്സിറ്റിനെ പറ്റിയും സ്കെയിലബിലിറ്റിനെ പറ്റിയും ഫൗണ്ടർക്കും ആ ടീമിനും കൃത്യമായൊരു ക്ലാരിറ്റി വേണം. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഇപ്പം ഒരു ഫണ്ടിങ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഉള്ളതെന്നുള്ളത്. അപ്പം നമുക്കൊരു കമ്പനി ഫോം ചെയ്യേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ നമുക്ക് ഏത് രീതിയിലാണ് അതിൻ്റെ ഷെയർസ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്, ഓക്കെ, പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് പലരും സ്ഥിരമായിട്ട് വരുന്ന സംശയങ്ങളിൽ ചിലതാണത്. അപ്പം ഏതായിരിക്കും നമുക്ക് ഫണ്ടിങ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇക്വിറ്റി ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ് അതിനെ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഒരു LLPയെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആണോ എന്നുള്ളത്? പോസിബിളാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ബാക്ക് ബോൺ പല ഫാമിലി ബിസിനസ്സുകളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ മോഡൽ സ്റ്റാർട്ടപ്പ് അല്ല. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ്, ഫാമിലിയിൽ നിന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ആസ് എ ക്രൗഡ്, ആസ് എ പോസിബിൾ നമ്മളൊരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LLPയോ പാർട്ണർഷിപ്പോ മാത്രം നമുക്ക് മതി. ഈ സ്റ്റാർട്ടപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ 2 സ്ട്രക്ചറും റോങ് ആയിട്ട് വരുന്നത്. ഒരിക്കലും ഈ 2 മോഡലിലും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സ്ഥാപനം ചെയ്ത റിസോർട്ടാണ്, ഒരു 100 പേരാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് 10 ലക്ഷം വെച്ചിട്ട് 100 പേര് ലീഗലി ഫണ്ട് കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു മോഡൽ ചെയ്ത് LLPയിലാണ്. അപ്പോൾ പാർട്ണർഷിപ്പിനെ വെച്ച് LLP നമ്മൾ പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പാർട്ണർഷിപ്പ് എപ്പോഴും ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോസിബിളാണ് സബ്ജക്റ്റ് ടു വിഷൻ. നമ്മൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വിത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതർവൈസ് ഗോ വിത്ത് LLP ഒരു പാർട്ണർഷിപ്പ്. റിട്ടേൺ എങ്ങനെ കൊടുക്കാം? നമ്മുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ പുറത്താണ് നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുക. അത് ഡിവിഡൻ്റ് ആയിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇനി ഏതെങ്കിലും പാർട്ട്നേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലേ, LLPയിലാണെങ്കിലും ചെയ്യാം. LLPയിൽ കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റ് ഷെയറിൻ്റെ പുറത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഇനി ഏതെങ്കിലും പാർട്ട്നേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് TDS പിടിച്ചുകൊണ്ട് കൃത്യമായ സാലറിയോ അവരുടെ ഫീസോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. റൈറ്റ്. അപ്പം സാധാരണ എങ്ങനെയാണ്, അപ്പം അത് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണോ ഈ പറയുന്ന പ്രോഫിറ്റ് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അതോ നമ്മൾ ഓൾറെഡി നമുക്കൊരു സ്ട്രാറ്റജി വേണോ? ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ റോഡ് മാപ്പ് ഫോർ നെക്സ്റ്റ് 5 years ആണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക് ഈവൻ, നമ്മുടെ പേ ബാക്ക് പീരീഡ്, കാരണം തിരിച്ചെപ്പോൾ കൊടുക്കുന്നു, അതുപോലെ റിട്ടേൺസ്, ROI എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അവരെപ്പോഴും ഡിവിഡൻഡ് സെൻട്രിക് ആയിരിക്കും. അപ്പോൾ അവരെ വാല്യുവേഷൻ മനസ്സിലാക്കി നമുക്ക് വേണ്ട ഒരു ലീവറേജ് എടുത്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് പ്ലാനിങ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റാർട്ടപ്പിലല്ല ഞാൻ പറയുന്നത്, ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് മോഡലിൽ. അപ്പോൾ നമുക്ക് 2 മെത്തേഡുകൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിതിനെ പ്രൊഫഷണൽ ഫീസായിട്ടും കൺസൾട്ടിങ് ഫീസുമായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ബ്യൂട്ടി ഓഫ് ഫണ്ട് റേസിങ് കിടക്കുന്നത് ബ്രാൻഡ് ഇക്വിറ്റിയിലാണ്. അതായത് ഇഫ് യു ഹാവ് എ ഗുഡ് ബ്രാൻഡ്, വൺസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേരെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു 30 പേരെ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഷെയറിൻ്റെ പ്രൈസ് 10 ലക്ഷം രൂപയാണ്. നല്ലൊരു ബ്രാൻഡായി അസറ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് പ്രൈസ് വിൽ ബി 20 lakhs or 30 lakhs. അങ്ങനെ ഒരു ഇൻവെസ്റ്റർ നമ്മളിലേക്ക് എത്തിക്കാവുന്ന സിസ്റ്റം ഉണ്ടാക്കിയാൽ ദാറ്റ് പ്രീമിയം ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ ഡിവിഡൻഡ്. ഇതാണ് ശരിക്കും ഒരു ട്രഡീഷണൽ മോഡ് ഓഫ് ഫണ്ടിങ്ങിൽ നടക്കുന്ന ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അല്ലാതെ പ്രോഫിറ്റ് ആവാൻ സമയമെടുക്കും ഒരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിൽ. അപ്പം ഏതൊരു ഫണ്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ബെറ്റർ നമ്മളൊരു ഇനീഷ്യൽ ട്രാക്ഷൻ ഉണ്ടാക്കി ഒരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം ദെൻ വാല്യുവേഷൻ ചെയ്ത് അതെ ഫണ്ടിങ്ങിലേക്ക് പോകുന്നതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ലൈഫ് ഉണ്ടാവില്ല, ആ ഒരു ബിസിനസ്സിനൊരു ലൈഫ് ഉണ്ടാവില്ല. മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ കാശ് പോകും. കാരണം ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എത്തിക്സ് മാത്രമേ അവിടെ ഉള്ളൂ. അതിനകത്ത് ഒരു ലീഗൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ട് റിസ്ക് ഈക്വലി എല്ലാവർക്കും റെസ്പോൺസിബിൾ ആണ്. ഒരു അഷുറൻസും ഇല്ല. അതെ അതെ, മോശമായി പോയി കഴിഞ്ഞാൽ. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ബിയോണ്ട് സ്നാക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അത് നമുക്കൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തൊരു കാര്യം കൂടിയായിരുന്നത്. സ്റ്റാർട്ടപ്പിൻ്റെ ഗണത്തിൽ പെടുത്താൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രഡീഷണൽ ബനാന ചിപ്സ് ഉണ്ടാക്കി വിൽക്കുന്നൊരു ഒരു ബിസിനസ്സാണ്. പക്ഷേ സ്റ്റിൽ അത്
അവർക്ക് വലിയ രീതിയിലുള്ള ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്, അതെ. അത് വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പം അതിൻ്റെ ഒരു USP എന്തായിരിക്കും? എന്തുകൊണ്ട് അവർക്ക് കിട്ടി ഇതൊരു ട്രഡീഷണൽ ബിസിനസ് ആയിട്ട് പോലും? ശരിക്കും പൊസിഷനിങ് ആണ്. ഞാൻ ശരിക്കും എനിക്ക് മാനസായിട്ട് ചെറിയൊരു പരിചയമുള്ളൂ. പക്ഷേ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് കാണുന്നൊരു ബ്രാൻഡാണ്. കാരണം ബനാന ചിപ്സിന് എക്സ്ക്ലൂസിവിറ്റി പുള്ളി കൊണ്ടുവരികയും ഷാർക്ക് ടാങ്ക് എന്ന് പറയുന്ന ഷോയിൽ സെല്ല് ചെയ്തത് അതിൻ്റെ ബ്രാൻഡ് പൊസിഷനിങ് ആണ്. അതുപോലെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ബനാന ചിപ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ബ്രാൻഡ് ഇല്ല. പിന്നെ ഹൈജീൻ, അതിൻ്റെ USP അവർ ചെയ്തത് വളരെ അൺഹൈജീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് പലപ്പോഴും ഈ പറയുന്ന ചിപ്സ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു SOP ക്രിയേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ മാറ്റുന്നു, മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ അദ്ദേഹം തന്നെ ഒരു ഓൺ ഫണ്ട് കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്ത് കാണിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഷാർക്ക് ടാങ്കിൽ എത്തുകയും നെക്സ്റ്റ് ലെവലിലേക്ക് അത് പോവുകയും ചെയ്യുന്നത്. ലാസ്റ്റ് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു VC കം പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണ് പുള്ളിക്ക് വന്നേക്കുന്നത്. അവർ സ്റ്റാർട്ട് ചെയ്തത് 1 crore ഇപ്പോൾ നൗ ദേ ആർ ടച്ചിങ് അറൗണ്ട് 100 crore അത് വിത്തിൻ 3 to 4 years. അപ്പോൾ അത് ശരിക്കും ഒരു MSMEക്കും സ്റ്റാർട്ടപ്സിനും ഒരുപോലെ ഇൻസ്പയർ ചെയ്യുകയും അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ബിയോണ്ട് സ്നാക്സ്. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന ഓൺടർപ്രണറിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഓൺടർപ്രണേഴ്സിന് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മേഖലയെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിയണം. അവൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നത് അറ്റ്ലീസ്റ്റ് അറിയേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത്. അതിന് നേരത്തെ ഒരു ചോദ്യത്തിന് ആൻസർ ഞാൻ പറയാം. ഇൻവെസ്റ്ററുടെ അടുത്ത് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ട ഒരു സംഗതി എക്സിറ്റ് ക്ലാരിറ്റിയാണ്. ഇപ്പം നമ്മൾ 2 തരത്തിൽ നമുക്ക് എക്സിറ്റ് കൊടുക്കാം. ഒന്ന് ഡിവിഡൻ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂ വാല്യുവേഷൻ്റെ പുറത്ത് ചെയ്യാം. ഇതൊരു CA കാരനോ നിങ്ങളുടെ കൺസൾട്ടൻറ്റോ പറയേണ്ടതല്ല. ഫൗണ്ടർ ഷുഡ് ഹാവ് ദി ക്ലാരിറ്റി അബൌട്ട് ദി നമ്പേഴ്സ്. കാരണം അവിടെയാണ് ഒരു MSMEസിൻ്റെയും സ്റ്റാർട്ടപ്പ് തമ്മിൽ ഡിഫറൻസ്. ഇവിടെ ഫൗണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഫണ്ടും നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു ഫാക്ടർ ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഒട്ടും ഒരു ബ്രാൻഡ് അല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മളൊരു ആളെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തും അത്യാവശ്യം ബ്രാൻഡഡായിട്ട് അത്യാവശ്യം ഇനീഷ്യൽ ട്രാക്ഷൻ ഉണ്ടാക്കി നല്ല രീതിയിൽ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കിയിട്ട് പോകുന്ന സമയത്തുമുള്ളൊരു ഡിഫറൻസ് വളരെ വലുതാണ്. റൈറ്റ്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ ഇൻവെസ്റ്റേഴ്സ് ശരിക്കും ഈ കാര്യം നോക്കുന്നതാണോ? ഡെഫിനറ്റായിട്ടും അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് വരുന്നത്. പല ആളുകൾക്കും ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും ഇപ്പോൾ തന്നെയാണ് ട്രേഡ് മാർക്ക് ഇപ്പോഴാണ് ആൾക്കാർ സീരിയസ് ആയിട്ട് കാണുന്നത്. ട്രേഡ് മാർക്കിൻ്റെ റോയൽറ്റി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഡൊമൈനൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ ശരിക്കും വാല്യുവേഷൻ്റെയും ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ്റെയും ബേസ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഇക്വിറ്റിയാണ്. നിങ്ങളുടെ ബ്രാൻഡ് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ റീക്രിയേറ്റ് ചെയ്താൽ മിനിമം അഷ്യൂർഡായിട്ട് എത്ര റവന്യൂ എനിക്ക് കിട്ടും, എത്ര പ്രോഫിറ്റ് എങ്ങനെ കിട്ടും, എങ്ങനെ ബ്രേക്ക് ഉണ്ടാവും. സോ ഇപ്പോഴത്തെ കാലത്ത് വാല്യുവേഷൻ്റെ ബേസും കംപ്ലീറ്റ്ലി ബ്രാൻഡ് ഇക്വിറ്റിയാണ്. ആ ബ്രാൻഡ് ഇക്വിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് റീറ്റെയിനബിൾ കസ്റ്റമർ ബേസ് ആണ്. ഒരു പ്രാവശ്യം വന്ന് യൂസ് ചെയ്താൽ പോരാ, മൾട്ടിപ്പിളായിട്ട് എങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഫീഡ്ബാക്കും അതിൽ വളരെയധികം നമ്പേഴ്സ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഡെഫിനറ്റായിട്ടും അതിലാണ് നമ്മുടെ എല്ലാ ഫണ്ടിങ്ങിൻ്റെയും ഗ്രോത്തിനാണെങ്കിൽ ലിസ്റ്റിംഗ് ആണെങ്കിലും വരെ എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത്. നമ്പേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്പർ. റൈറ്റ്.